രാവിലെ അച്ഛന് ചായയോട് കൂടി തുടങ്ങാം. ചായ അച്ഛൻ കുടിക്കും. അവിടെ കുടിച്ചോ, കുടിച്ചോ. അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും, ഇവിടെ ഇരുന്നു. അതിനകത്ത് വേറെ ആരും ഇല്ല അച്ഛാ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇല്ലില്ല, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുക. ഈ ഇഡ്ഡലി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൽ തന്നെ നമ്മൾ ചോറും വയ്ക്കും. പിന്നെ രണ്ടാമത് കത്തിക്കേണ്ടി വരത്തില്ല. ഇഡ്ഡലിക്ക് ചമ്മന്തി റെഡി, വെള്ള ചമ്മന്തി. ഞാനൊരു ഗ്രീൻ ടീയും കൂടി കുടിച്ചു. ഇച്ചിരി ചായ കൊടുത്തു, ഒരു ഗ്രീൻ ടീ. ഇത് മാറ്റി വെച്ചിട്ട് ആ അടുപ്പിലേക്ക് നമ്മൾ ചോറ് കയറ്റി 11 മണിക്ക് മുമ്പ് എല്ലാം റെഡിയാകണം. എന്നിട്ട് ഇന്നൊരു ഒരു വീട്ടിൻ്റെ വാർപ്പുണ്ട്, അവിടെ വിളിച്ചിട്ടുണ്ട്, അവിടെ പോകണം. അതിന് വേണ്ടിയിട്ട് 11 മണിക്കുള്ളിൽ പണികളെല്ലാം കഴിയണം. അച്ഛൻ്റെ ചമ്മന്തിയും ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. അച്ഛനെ കൊടുക്കാം ഇഡ്ഡലിയും ചമ്മന്തി. പാത്തു പിന്നെ പാട് കഴിക്കുക. അച്ഛന് ഇഡ്ഡലിയായി. ഇനിയിപ്പോൾ ചോറ് അടുപ്പി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പരിപാടികൾ ഉടനെ ചെയ്യണം. വെച്ചോ പ്ലവ്. എന്തിനുള്ളൂ വെളിയിലൊന്നും കുഴപ്പമില്ല. വെളിയിലെല്ലാം ഓക്കെ ആയിട്ട് നടക്കുക. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം റെഡിയാക്കിയാൽ മതി. അച്ഛൻ കഴിച്ചാൽ മതി. ചമ്മന്തിക്ക് ഉപ്പൊക്കെ ഉണ്ടോ? ഉപ്പുണ്ടോ ചമ്മന്തിക്ക്? ആ, ചമ്മന്തിക്ക് നോർമലായിട്ടുണ്ട്. അച്ഛൻ രാവിലെ കാപ്പി കുടിക്കുകയാണ്, ഇഡ്ഡലിയും ചമ്മന്തിയും. എനിക്കിനി അടുക്കളയിൽ കുറച്ച് പണി കൂടെ ഉണ്ട്. ഓക്കെ അച്ഛാ, കഴിക്കും. ഓക്കെ. ഇന്ന് ചോറിൻ്റെ കൂടെ തക്കാളി കൊണ്ടുള്ള മോര് കറിയാണ്. തേങ്ങ അരയ്ക്കാത്ത തക്കാളി കൊണ്ടുള്ള മോര് കറി. നമ്മുടെ തക്കാളി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് വഴുക്കുവരട്ടി ഇവിടെ ഉണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് വഴുക്കുവരട്ടി റെഡി ആയിട്ടോ, സെറ്റായി. തക്കാളി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഊറ്റിയാൽ മതി. അരിയും എന്ത് ഇനി ഊറ്റിയാൽ മതി. രാവിലെ 7:30 അടുക്കളയിൽ കയറി. ഇഡ്ഡലി, ചട്നി, ചോറ്, തക്കാളി പുളിശ്ശേരി, ഉരുളക്കിഴങ്ങ് വഴുക്കുവരട്ടി. 10:45 ഇനി ഞാൻ കാപ്പി കുടിക്കുക. നമ്മൾ 11:30 മുമ്പ് തീർക്കണമെന്ന് വെച്ചിട്ട് ഇന്ന് നമ്മൾ 10:45 ഇപ്പോൾ എല്ലാ പണിയും തീർത്ത് അടുക്കള മൊത്തം ക്ലീനാക്കി. ഇനി ഒരു പരിപാടിയില്ല. ഇനി ഒരു ചോറും ഉരുളക്കിഴങ്ങ് വഴുക്കുവരട്ടി, തക്കാളിയും മോരും കൊണ്ടുള്ള പുളിശ്ശേരിയും, ഇന്നലത്തെ മീൻകറി. ഇന്ന് രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ അരവിന്ദൻ്റെ വീടിൻ്റെ വാർപ്പായിരുന്നു, അതിനുവേണ്ടി പോകണമായിരുന്നു. അത് പോയിട്ട് വന്നു. അച്ഛന് ചോറ് കൊടുത്തു. അച്ഛൻ കഴിക്കും. അച്ഛൻ കഴിച്ചിട്ട് വേണം എനിക്കൊരു പൂച്ചയ്ക്ക് കൊടുക്കാൻ. പൂച്ചയ്ക്ക് രാമന് കൊടുക്കണം. അച്ഛൻ കഴിക്കും. അച്ഛൻ കഴിക്കാതെ മീനും കൂടെ എടുക്കച്ചാ. മീനും കൂടെ എടുക്ക. മീനും കൂടെ എടുക്ക. അല്ല, മീൻ നാട്ടിലിരിക്കുന്നു. ജംഗ്ഷനിൽ പോകുന്ന എന്തിനാ മീന്? മീനേ ജംഗ്ഷനിൽ പോകണ്ടല്ലോ, മീനോട് ഇരിക്കുമല്ലേ. നമ്മളെല്ലാം ഒറ്റ അഴിക്ക് രാവിലെ കയറിയിട്ട് പടപടാന്നുള്ള പരിപാടിയായിരുന്നില്ല. അല്ലാച്ചാ ഇഡ്ഡലിയും ചോറും എല്ലാം നമ്മൾ 10:45 റെഡിയാക്കി. അച്ഛൻ 9 മണിക്ക് കഴിച്ചു കാപ്പി. മാങ്ങ എപ്പോഴും അച്ഛൻ മാങ്ങ കഴിക്കത്തില്ല, അതുകൊണ്ട് അവന് മാങ്ങ കൊടുക്കാൻ. മാങ്ങ അച്ഛന് ഇഷ്ടമല്ല, ഇല്ല അച്ഛാ. അച്ഛൻ ഉച്ചകളത്തെ ചാപ്പാട് കഴിക്കുള്ളൂ. ഓക്കെ അച്ഛാ, ഞാൻ പോയി നമ്മുടെ പൂച്ചകൾക്കും രാമുവിനൊക്കെ ചോറ് കൊടുക്കാം. ഓക്കെ, പക്ഷേ അച്ഛൻ കഴിക്കുമല്ലോ. അച്ഛൻ മീനും എല്ലാം എടുത്ത് കഴിക്കണം കേട്ടോ.
ആ മീൻ എടുത്തോണ്ടേ നാട്ടിൽ മീൻ എടുത്തില്ല അച്ഛൻ. എടുക്ക്, നല്ല മീനാണ് അത്. മീനിൻ്റെ ചാറും പുളിശ്ശേരിയും കൂടെ അച്ഛൻ ഒഴിച്ചു കൊടുത്തു ചോറിനകത്ത്. അച്ഛൻ കഴിക്കാം കേട്ടോ. ഓക്കെ, വേണം ഉണ്ടായിക്കൊണ്ടിരിക്കും വരും. പൂച്ചാണ്ടികൾ കഴിച്ചോ. വാ, അവന് എപ്പോഴും സിറ്റ് ഔട്ടിലാണ് കിടക്കുക. ചോറിന് സമയം വിളിക്കുമ്പോൾ അവൻ വരും. രാമുവും ചോറും.